ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഹോണ്ട അമേസിന്റെ ബേസ് വേരിയന്റ് ആണ്. ബേസ് വി വേരിയന്റ് ആണ്. 3 വേരിയന്റുകളാണ് നമുക്ക് അമേസിൽ വരുന്നത്: വി, VX, ZX. ഇപ്പോൾ വി വേരിയന്റ് ശരിക്കും നമ്മളുടെ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് ഡിസയറിന്റെ VX വേരിയന്റ് ഒക്കെ ആയിട്ടാണ്. ഒരു ബേസ് വേരിയന്റ് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡിസയറിൻ്റെ VX വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അമേസ് ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതൊരു ബേസ് വേരിയന്റ് എന്നാണ് ഫീൽ ചെയ്യും. അതിനുള്ള പ്രധാന കാരണം ഈ ഒരു ഗ്രില്ലാണ്. കാരണം VX ആൻഡ് ZX ടോപ്പ് 2 വേരിയന്റുകളിൽ ഈ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ വേരിയന്റിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതാണ് മേജറായിട്ടുള്ള ഒരു ഡിഫറൻറ്റ്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ടോപ്പിലെ ഈ ക്രോം ബാർ കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബൈസൺ ഹെഡ്ലൈറ്റ് അതെല്ലാ വേരിയന്റും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം അതിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്മോക്കി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് 2 വേരിയന്റുകൾ സിൽവർ ഫിനിഷാണ്. ടോപ്പിലായിട്ട് നമുക്ക് DRL പ്ലസ് 10 ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് നമുക്ക് ഈ വേരിയന്റിൽ വരുന്നില്ല. വേണമെങ്കിൽ ഷോറൂമിൽ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 172 mm തന്നെയാണ് വരുന്നത്. കാര്യം വീലുകൾ 14 ഇഞ്ചായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ ഒരു താഴത്തെ പോർഷൻസ് കാര്യങ്ങളെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. DRL നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് മേജറായിട്ടുള്ള അടുത്തൊരു ഡിഫറൻസ് വരുന്നത്. കാര്യം ബേസ് വേരിയന്റിൽ നമുക്ക് 14 ഇഞ്ച് വീൽസാണ് വരുന്നത്. അലോയ്സ് വരുന്നില്ല. അലോയിൽ പോലെ തോന്നിക്കുന്ന നമുക്കൊരു വീൽ കപ്പുകളാണ് വരുന്നുള്ളൂ. ഇത് 175/65 R14 ആണ്. ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടയറുകൾ ഒരു വളരെ ചെറിയൊരു ടയറുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം 14 ഇഞ്ച് ആണ് എങ്കിലും ഇതിനൊരു 15 ഇഞ്ച് വീൽ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറ്റ്ലീസ്റ്റ് വീൽസ് എങ്കിലും നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബേസ് വേരിയൻ്റ് എടുത്താലത്തെ കാര്യമാണ് പറയുന്നത്. കാര്യം സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അലോയ്സ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിറേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് LED ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. സൺറൂഫ് ഒരു വേരിയൻറ്റിലും വരുന്നില്ല. ബേസ് വേരിയൻറ്റിലും ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ വേറെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വന്നാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബേസ് വേരിയൻറ്റിന് മറ്റ് വേരിയൻറ്റുകളുള്ള ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ബാക്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിൽ ഡീഫോഗറും ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ടൈൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ടൈൽ സെഷൻ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് വരുന്നു. നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ട് വരുന്നു. ഹൈവിടെക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഹോണ്ടയുടെ ബാഡ്ജിങ്, അമേസോണിൻ്റെ ബാഡ്ജിങ്, വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. 470 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസിലുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. സെഗ്മെൻറ്റിൽ പെട്രോളും ലാർജസ്റ്റ് ബൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ഇനി ഇന്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ കീസാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഫംഗ്ഷനലായിട്ട് 2 കീകൾ കൊടുത്തിരിക്കുന്നു. ഒരു കീ ഫുള്ളി ഫംഗ്ഷനലായിട്ടും ഒരു നോർമൽ കീയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് ബേജ് കളർ. ഡോർ പാഡിലേക്ക് വന്നാൽ ആ ഒരു സെയിം കളർ ടോൺ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നില്ല. താഴേക്ക് വന്നാൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ടൂട്ടർ വരുന്നില്ല. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. 3 പെഡലുകൾ കാണാം. നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എല്ലാ വേരിയൻറ്റുകളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഇതിനകത്ത് മാനുവൽ AC കൺട്രോളുകളാണ് വരുന്നത്. മറ്റേ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും അഡാസും വരുന്നില്ല. മറ്റ് ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. അതിന് വളരെ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ഹാഫ് അനലോഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സ്പീഡോമീറ്റർ അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു സ്ക്രീൻ കാണാം. അതിനകത്താണ് നമ്മുടെ RPM മീറ്റർ വരുന്നത്. അതിന് നടുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ടോഗിൾ ചെയ്ത് അറിയാനായിട്ട് പറ്റും. നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റിയറിംഗ് വീലുള്ള ഈ കൺട്രോൾസ് ഉപയോഗിച്ചിട്ടാണ് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂവൽ റേഞ്ച്, ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളും നമുക്ക് 8 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ബേസ് വേരിയന്റിൽ 4 സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. ടൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. റിവേഴ്സ് ക്യാമറയും വരുന്നില്ല. മിഡ് വേരിയന്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ, അതായത് VX വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീന് കാര്യങ്ങളാണ്. നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ ഇതിനകത്ത് ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. AC വെന്റ്സിനെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ലേഔട്ട് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. അതിന് താഴേക്ക് വന്നാൽ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തോ വളരെ പഴയ ഒരു സിസ്റ്റം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം വളരെ വലിപ്പം കൂടിയതുകൊണ്ടായിരിക്കാം. അതല്ല, ചിലപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ 2 വേരിയന്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കണ്ടതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത് എന്തോ പോലെ ഫീൽ ചെയ്യുന്നത്. അതിന് താഴെ നമ്മുടെ വാഗണാറിൽ കണ്ട രീതിയിലൊക്കെയാണ് നമ്മുടെ ആ ഒരു എയർ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് താഴേക്ക് വന്നാൽ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ വയർലെസ് ചാർജിംഗ് തന്നെ വരുന്നില്ല. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. USB ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ബേസ് വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അത് CVT ആണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെന്റർ IR VMs, മാനുവൽ ഡിമ്മിംഗ് IR VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് മിററോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇന്റീരിയർ ആണ് അമേസിന് കൊടുത്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ഈ ബേസ് വേരിയന്റിൽ AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാം. ബാക്കിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെന്റർ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. എൻ്റെ അഭിപ്രായത്തിൽ AC വെന്റ്സ് കൊടുക്കേണ്ടതായിരുന്നു. AC വെന്റ്സ് ഇല്ല എങ്കിൽ ക്യാബിൻ കൂളാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂം നമുക്കുണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം 5 സെന്റിമീറ്റർ ഹെഡ്റൂം കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. സെൻട്രലിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ ഹാംറസ്റ്റൊക്കെ വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് വരുന്നത് സെൻട്രൽ പൊസിഷനിലാണ്. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അമേസിൻ്റെ ഈ ബേസ് വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു AC വെന്റ്സ് മാത്രമാണ്. അമേസിൽ എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി വേരിയന്റ് 100% നമ്മളുടെ മിഡ് വേരിയന്റ് ആണ്. VX വേരിയന്റ് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ അമേസ് ബേസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ 1.2 ലിറ്റർ ഹൈവി ടെക് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 90 PS ആണ് പവർ, അതായത് 89 HP അടുത്ത് പവർ വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. 110 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 19 km/ലിറ്റർ ആണ് മൈലേജ്. റിയൽ ലൈഫിൽ നമുക്കൊരു 14-നും 15-നും ഇടയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. വളരെ സൈലന്റ് ആയിട്ട്, വളരെ ക്വയറ്റ് ആയിട്ട്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. യാതൊരു നോയ്സും നമുക്ക് അകത്തേക്ക് കേൾക്കുന്നില്ല. ഈവൻ ഈ വാഹനം സ്റ്റാർട്ടാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ സെയിം കോമ്പറ്റീറ്ററായ ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി സൈലന്റ് ആണ്. കാരണം ഡിസയറിൽ ഇപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെതായ നോയ്സ് കാര്യങ്ങളൊക്കെ ആ വാഹനത്തിനകത്ത് കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ VXi വേരിയന്റിൽ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെരി ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ മാനുവൽ വേരിയന്റ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബേസ് വേരിയന്റിന് 7.99 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ്. അത് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,33,000 രൂപയ്ക്ക് ഈ കാണുന്ന ഒരു വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ആ വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് 9,19,000 രൂപയും
ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,71,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റായ വി എക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വി എക്സ് മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,59,000 രൂപ. വി എക്സ് സി വി ടിയിലേക്ക് വന്നാൽ അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,62,000 രൂപ. അത് എക്സ്ഷോറൂം വരുന്നത് 9,99,099 രൂപയാണ്. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,62,000 രൂപ. ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വന്നാൽ ടോപ്പ് എൻഡ് മാനുവൽ വേരിയന്റിന് 9,69,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,28,000 രൂപ. ടോപ്പ് എൻഡ് വേരിയന്റ് അതായത് ZX CVT-യിലേക്ക് വരുമ്പോൾ 13 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പുതിയ അമേസിനെ നമ്മൾ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അമേസ് ആണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുക. കാര്യം ഡിസൈർ എടുക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് അതിനകത്ത് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, മൈലേജ് കൂടുതലുണ്ടെന്നുള്ളതാണ്. മൈലേജ് എനിക്ക് തോന്നുന്നു 25ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്, റിയൽ ലൈഫിൽ 20 കിട്ടും. അമേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനി 19 ക്ലെയിം ചെയ്യുമ്പോൾ 14-നും 15-നും ഇടയ്ക്ക് നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം. മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്ക് വന്നാൽ എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സ് രണ്ട് വാഹനങ്ങളിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അമേസിലേക്ക് വരുമ്പോൾ നമുക്ക് LED ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡിസൈറിൽ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. വീലുകളാണെങ്കിൽ 14 ഇഞ്ചാണ്, അലോയ്സ് വരുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഡിസൈറിലേക്ക് വന്നാൽ നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. പിന്നെ AC മാനുവൽ AC ആണ് വരുന്നത്. ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. അമേസിലേക്ക് വരുമ്പോൾ നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിലേക്ക് വരുമ്പോൾ ഡിസൈറിന് ശരിക്കും നമുക്ക് 9,20,000 രൂപ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അമേസിന് 9,33,000 രൂപ പ്രൈസ് വരുന്നുണ്ട്. 10,000 രൂപ കൂടുതൽ. പക്ഷേ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ സൈലന്റ് ആണ്. കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് അമേസിൽ വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഡിസൈറിൽ നമുക്ക് AMT വരുമ്പോൾ അമേസിൽ നമുക്ക് CVT ആണ് വരുന്നത്. അതും പാഡൽ ഷിഫ്റ്റേഴ്സോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട്. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് റേസ് ചെയ്യാൻ ഓക്കെ ആണ് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് അമേസിൻ്റെ ഈ ഒരു CVT ബേസ് വേരിയൻ്റ് ആണ്. അമേസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നമുക്ക് VX വേരിയൻ്റ് ആണ്, സെക്കൻഡ് വേരിയൻറ്റ്. ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ഒരു വേരിയൻറ്റിൽ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ബഡ്ജറ്റ് ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ബേസ് വേരിയൻറ്റിലേക്ക് പോവുക. അല്ല അമേസ് വേണം, നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് റേസ് ചെയ്യാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് VX വേരിയൻ്റ് ആണ്. കാര്യം ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നത് അഡാസും ക്രൂസ് കൺട്രോളും മാത്രമാണ്. പുറത്തുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസും മറ്റെല്ലാ ഫീച്ചേഴ്സും ആ സെക്കൻഡ് വേരിയൻറ്റിൽ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഹോണ്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അമേസ് അല്ല, ഹോണ്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.